ഹായ്! മനസ്സിനെ ഒന്ന് തണുപ്പിക്കാനുള്ള ഒരു യാത്രയാണ് ഇന്നത്തേത്. ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് വെമ്പിളി വെള്ളച്ചാട്ടം അല്ലെങ്കിൽ പാപ്പാനി വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത്. ഇന്ന് രാവിലെ കറുകച്ചാലിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. കാഞ്ഞിരപ്പള്ളിയിലെത്തിയിട്ടുണ്ട്. സെന്റ് ഡൊമിനിക്സ് കോളേജിൻ്റെ മുൻപിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോളേജിൻ്റെ നേരെ എതിർവശത്തായി സെൻറ് മേരീസ് ദേവാലയം എന്ന ഒരു ചർച്ചുണ്ട്. അതിമനോഹരമായ ഒരു ദേവാലയമാണ് ഇത്. മാതാവിൻ്റെ ചിത്രത്തിന് മുൻപിൽ ഒരു പുഷ്പം അർപ്പിച്ചിട്ട് മുൻപോട്ട് യാത്ര തുടരാം. സ്കൂട്ടർ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു മിനി ലോറി പ്ലാസ്റ്റിക് കുത്തി നിറച്ച് മുൻപോട്ട് പോകുന്നു. അതിനെ പിന്തുടർന്നുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അതിനെ ചേസ് ചെയ്യാൻ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല. അതിവേഗതയിലാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ മുണ്ടക്കയം ടൗണിലെത്തിയിരിക്കുന്നു. മുണ്ടക്കയം ടൗണും കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഏന്തയാർ എന്ന് പറയുന്നൊരു നദിയാണിത്. ഏന്തയാറിന് കുറുകെയുള്ള പാലത്തിൽ കൂടെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ കുമളിയിലേക്കുള്ള വഴിയാണ്. നമുക്ക് തേക്കടി വരെ അതുവഴി യാത്ര ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഞാൻ ആ പാലത്തിൽ അല്പനേരം നിന്നു. വീണ്ടും മുൻപോട്ട് യാത്ര തുടർന്നു. മുണ്ടക്കയത്തിനെ ഹൈറേഞ്ചിൻ്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത്. മുണ്ടക്കയം ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പെരുവന്താനം എന്ന് പറയുന്ന ജംഗ്ഷനിലെത്തും. അവിടെ നിന്നാണ് ഹൈറേഞ്ചിലേക്കുള്ള കയറ്റം ആരംഭിക്കുന്നത്. ഇത് ബോയ്സ് എസ്റ്റേറ്റിലേക്കുള്ള കവാടമാണ്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഈ വഴിയിലൂടെയാണ് നമ്മൾക്ക് മുൻപോട്ട് പോകേണ്ടത്. ഈ വഴിയിലൂടെ ഒരു 12 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക. 3 വെള്ളച്ചാട്ടങ്ങളാണ് അവിടെ ഉള്ളത്: വെമ്പള്ളി, വെള്ളപ്പാറ, വടക്കേക്കര. ഞാൻ ഇന്ന് വെമ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. പാപ്പാനി വെള്ളച്ചാട്ടം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഉറിമ്പിക്കര എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഒരു ചെറിയ പാട്ടൊക്കെ പാടി ബോയ്സി റബ്ബർ എസ്റ്റേറ്റിനുള്ളിൽ കൂടെ ഞാൻ ഇങ്ങനെ സാവധാനം യാത്ര തുടർന്നുകൊണ്ടിരുന്നു. വളരെ മനോഹരമായ ഒരു റബ്ബർ തോട്ടമാണത്. അങ്ങനെ പോയി തുറന്ന അതിമനോഹരമായ ഒരു കൈതത്തോട്ടത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ്. ഞാൻ കുറച്ചു നേരം അവിടെ നിർത്തി ഒരു വീഡിയോ ഒക്കെ പകർത്തി. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ. സഹ്യസാനുക്കളുടെ മടിത്തട്ടിൽ കിടക്കുന്ന ഉറുമ്പിക്കര ഗ്രാമം. അതിമനോഹരമായ ശാന്തമായ മനുഷ്യരാരുമില്ലാത്ത ഒരു വഴിയിലൂടെ വീണ്ടും മുൻപോട്ട് നടക്കുമ്പോൾ ഒരു ജീപ്പ് വരുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ലയത്തിലുള്ളൊരു പയ്യനെ വഴിയിൽ കണ്ടത്. അവനോട് വഴി ചോദിക്കാനായി വണ്ടി നിർത്തി. അവൻ 1-2 ഫോട്ടോസൊക്കെ എനിക്ക് എടുത്തു തന്നു. വീണ്ടും അവൻ പറഞ്ഞ വഴിയിലൂടെ മുൻപോട്ട് യാത്ര തുടർന്നു. പിന്നീട് ഒരു കയറ്റമായിരുന്നു. വീണ്ടും അതൊരു റബ്ബർ എസ്റ്റേറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. കുറച്ച് ആളുകൾ റബ്ബറിൻ്റെ കറയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. വീണ്ടും മുൻപോട്ട് യാത്ര തുടർന്നപ്പോൾ അവിടെ ബോർഡ് കണ്ടു, വെമ്പള്ളി എന്ന സ്ഥലത്തേക്കുള്ളത്. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞു പോകുമ്പോൾ ഒരു ചെറിയ പാലമുണ്ട്. അല്പം ബലക്ഷയമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പുതിയ പാലത്തിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട്. അല്പനേരം അവിടെ ഒന്ന് ഇറങ്ങി നിന്നു. മുൻപോട്ട് കുറച്ച് മോശം റോഡായിരുന്നു. വീണ്ടും കയറ്റം കയറി മുൻപോട്ട് പോകുമ്പോൾ നല്ല ഒരു വെള്ളത്തിൻ്റെ ഇരമ്പൽ കേൾക്കാം. ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒരു ചെറിയ പാലം കണ്ടു. അവിടെ ഒന്നിറങ്ങി. ഏതോ കർഷക കൂട്ടായ്മ നിർമ്മിച്ച ഒരു ചെറിയ പൂന്തോട്ടമുണ്ടായിരുന്നു. അവിടെ നിന്നും ഫോൺ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ ദൂരെ എനിക്ക് വെള്ളച്ചാട്ടം ദൃശ്യമായി. ഈ വലിയ തോട്ടിലാണ് വെള്ളച്ചാട്ടമുള്ളത്. ഞാൻ കുറച്ചുനേരം അവിടെ നിന്നു. വീണ്ടും വണ്ടിയിൽ കയറി മുൻപോട്ട് യാത്ര തുടർന്നു. ഇപ്പോൾ ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഒരു ചെറിയ മുള്ളുവേലിക്കിപ്പുറത്തുകൂടി വേണം വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു കയറാനായിട്ട്. മഴക്കാലത്ത് ഇവിടെ തോട്ടപ്പുഴുവിൻ്റെ ശല്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തോ ഭാഗ്യം, ഇത്തവണ തോട്ടപ്പുഴുവിനെയൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. ഈ മല ശരിക്കും നമ്മുടെ സഹ്യപർവ്വതം ആണ്. സഹ്യപർവ്വതത്തിൻ്റെ ഏറ്റവും എൻഡ് ഭാഗമാണിത്. ഇവിടെ നിന്നുമാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത്. കുറേ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഞാൻ നടന്നു കയറി. അതിമനോഹരമായി നുരഞ്ഞ് പതഞ്ഞൊഴുകുന്ന 2 വെള്ളച്ചാട്ടങ്ങളാണ്. മഴയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വെള്ളം അല്പം കുറവാണ്. ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് ആ വെള്ളച്ചാട്ടം ഒന്ന് ആസ്വദിച്ചു. ഇവിടെ നിന്നും മുകളിലോട്ട് പോകുമ്പോഴാണ് ഇതേ തോട്ടിൽ തന്നെയാണ് മറ്റ് 2 വെള്ളച്ചാട്ടങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും ഇത്ര ദൂരം ഇവിടെ വന്നതല്ലേ, ഈ വെള്ളത്തിലിറങ്ങി മനസ്സും ശരീരവും ഒന്ന് കുളിർപ്പിക്കാമെന്ന് വിചാരിച്ചു. ഫോട്ടോയും വീഡിയോയും ഒന്ന് എടുത്തു തരാൻ ഒറ്റ മനുഷ്യർ ആ പരിസര പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു. ഞാൻ പാറപ്പുറത്ത് ഫോൺ വെച്ചിട്ട് 1-2 സെൽഫിയൊക്കെ എടുത്തു. അധികം അവിടെ നിന്നില്ല. എനിക്കൊരു ചെറിയ ഭയം തോന്നി. ഞാൻ മാത്രമല്ലേ ഉള്ളൂ, വെള്ളം കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? അതുകൊണ്ട് ഞാൻ തിരികെ യാത്ര തുടർന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മഴക്കാല ദൃശ്യം നിങ്ങൾ കണ്ടു നോക്കൂ. എത്ര മനോഹരമാണെന്ന്. ശരിക്കും ഞാൻ വന്ന സമയം വൈകിപ്പോയി.
ഇതിനു മുകളിലുള്ള വടക്കേക്കര വെള്ളപ്പാറ വെള്ളച്ചാട്ടങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട, അടുത്ത മൺസൂണിൽ നേരെ ഇങ്ങോട്ട് പോരെ. ഇടുക്കി ജില്ലയിലെ ഈ അതിമനോഹരമായ 3 വെള്ളച്ചാട്ടങ്ങൾ നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് ആസ്വദിക്കാം. ഒരു 2 മാസം മുൻപേ ഞാൻ വരേണ്ടതായിരുന്നു. എന്നാൽ എനിക്ക് കുറച്ചുകൂടി അതിമനോഹരിയായി ഈ വെള്ളച്ചാട്ടത്തെ കാണാനാകുമായിരുന്നു. സാരമില്ല, അടുത്ത മൺസൂണിൽ തിരികെ എത്താം. വീണ്ടും അടുത്ത വ്ലോഗിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്